നമസ്കാരം. ഇന്ന് കർമ്മരംഗത്തിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഹരി പാലോടാണ്. ഹൈന്ദവ ആചാര സംരക്ഷണത്തിനും രാമക്ഷേത്ര നിർമ്മിതിക്കുമായി തീവ്ര ഹിന്ദുത്വത്തെ മുറുകെ പിടിച്ച് പോരാടുവാൻ തന്നെ ഇറങ്ങിത്തിരിച്ചവരാണ് അന്താരാഷ്ട്ര ഹൈന്ദവ പരിഷത്ത് നേതാക്കൾ. ഇത് രൂപീകരിക്കുന്നത് തന്നെ കഴിഞ്ഞ വർഷം 2018 ഇത് രൂപീകൃതമായത് തന്നെ രാമക്ഷേത്ര നിർമ്മിതിക്കും ഹിന്ദുക്കളുടെ ആചാരങ്ങളും സംരക്ഷിക്കപ്പെടാനുമായുള്ള ഒരു ലക്ഷ്യബോധത്തോടെ തന്നെയാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്. ഏതായാലും നമ്മളോടൊപ്പം ഇന്ന് ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും നമ്മളുടെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരു പ്രതിനിധി എന്ന നിലയിൽ കർമ്മ ന്യൂസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനുമായി എത്തിയിരിക്കുന്ന അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ സെക്രട്ടറി കൂടിയായ ഹരി പാലോഡിനെ എത്രയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് പ്രതീഷ് വിശ്വനാഥ് കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു സർക്കുലറിൽ പറയുന്നത് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളെ സംരക്ഷിക്കുന്ന വ്യക്തികൾക്ക് മാത്രം വോട്ട് നൽകുക എന്നും യുക്തിചിന്തയോടെ ചിന്തിച്ചുകൊണ്ട് മാത്രമേ ഹിന്ദുക്കൾ ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പിനെ സമീപിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പറയുന്നത് BJP, കോൺഗ്രസ്, CPM പൂർണ്ണമായിട്ടും അവഗണിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിലെ 2 സ്ഥാനാർത്ഥി പക്ഷങ്ങളെ മാത്രമേ അവരവിടെ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ, BJP, കോൺഗ്രസ്. ഈ 2 പേർക്കും വോട്ട് നൽകുന്നതിൽ യുക്തിയോടെ ചിന്തിച്ച് വോട്ട് നൽകണം എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയോ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനെയോ രണ്ടിനെയും നിരാകരിക്കുന്ന ഒരു സമീപനമാണ് അതിൽ കണ്ടത്. രണ്ടിനോടും കൂറ് പുലർത്തുന്നില്ല, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് രണ്ടിനോടും കൂറ് പുലർത്താൻ ജനങ്ങളോട് ആവശ്യപ്പെടുന്നില്ല, യുക്തിപൂർവ്വം ചിന്തിക്കാനും പറയുന്നു. അപ്പോൾ ദേശീയ തലത്തിലുള്ളൊരു മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദേശീയ തലത്തിലുള്ളൊരു മത്സരമാണ്. അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ അവിടെ 2 പാർട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ 2 പാർട്ടികൾ മാത്രമാണ് അവിടെ മത്സരിക്കാനുള്ളത്. ഈ 2 പാർട്ടികളെയും പിന്തുണയ്ക്കാതിരിക്കുമ്പോൾ അവിടെ എന്തിനെ പിന്തുണയ്ക്കാനാണ് ഈ സർക്കുലറിലൂടെ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നത്? ആദ്യമായി അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ഹൈന്ദവ സംഘടനയുടെ നിലപാടിനെ സമൂഹമധ്യത്തിൽ ചർച്ചയാക്കുവാൻ വേണ്ടിയിട്ട് കർമ്മ ന്യൂസ് കാണിച്ച താല്പര്യത്തെ അഭിനന്ദിക്കുക എന്നുള്ളതാണ് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിന് ആദ്യമായി പറയുവാനുള്ളത്. നിലപാടിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് ദേശീയ സെക്രട്ടറി ശ്രീ പ്രതീഷ് വിശ്വനാഥ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരുപക്ഷേ എന്താണോ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ആഗ്രഹിച്ചത് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ നിലപാടിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൻ്റെ ഹൈന്ദവ സമൂഹമെന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിൻ്റെ സ്വാഭിമാനത്തിന് വ്രണമേറ്റ ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെയധികം വേദനയോട് കൂടിയിട്ട്, വളരെയധികം വിഷമത്തോടു കൂടിയിട്ട് സ്വാഭിമാനം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലൂടെ ഹിന്ദു സമൂഹം കടന്നുപോയ നാളുകളാണ്. ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ മുന്നണികൾ ഹിന്ദുവിൻ്റെ വികാര വിചാരങ്ങളെ തെരുവോരങ്ങളിൽ ചവിട്ടിമതിക്കുന്ന സാഹചര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഹൈന്ദവ പ്രസ്ഥാനമെന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു നിലപാട് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് തയ്യാറായത്. അതിൽ ആ നിലപാടിൽ വായിച്ചപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ആദ്യമായിട്ട് സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ കേരളത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന സംഘടനകളെക്കുറിച്ച് തന്നെയാണ്. അതിൻ്റെ ഭരണഘടനാ പ്രകടന പത്രികയെക്കുറിച്ച്, അത് പുറത്തിറക്കുന്ന ഇലക്ഷൻ്റെ പ്രകടന പത്രികയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നു തന്നെയാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ താഴോട്ട് വരുന്ന സമയത്ത് സൂചിപ്പിച്ച മാതിരി കോൺഗ്രസിനെയും BJPയെയും
ഒരുപോലെ അതിൽ പരാമർശിക്കുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ചില പ്രാദേശിക നേതാക്കൾ അതിൽ ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആചാരം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിലപാടെടുക്കും എന്നൊക്കെ വാക്കുകൊണ്ട് പറഞ്ഞു നാം കണ്ടു. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് പ്രാദേശിക നേതാക്കൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ വരുന്ന തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണ് എന്നുള്ള വസ്തുത നിലനിൽക്കെ കോൺഗ്രസ് പുറത്തിറക്കുന്ന പ്രകടന പത്രികയിൽ യാതൊന്നും ഇതിനെക്കുറിച്ച് പരാമർശിച്ച് കണ്ടില്ല. ശബരിമല ആചാര സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെയും പരാമർശിച്ചില്ല. അതുപോലെ തന്നെ ശബരിമല വിഷയം രൂക്ഷമായി കേരളത്തിൽ തെരുവോരങ്ങളിൽ സമരം ശക്തിയായി പടർന്നു പന്തലിച്ചപ്പോഴും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഈ ശബരിമല വിഷയത്തിൽ ഭക്തർക്ക് അനുകൂലമായിട്ട് ഒരു നിലപാടും എടുത്തതായിട്ട് നമുക്കറിവില്ല. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിന് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടും കേരളത്തിൽ പറയുവാൻ സാധിക്കില്ല, ഹിന്ദു സമൂഹത്തിനെ സാധിക്കില്ല. രണ്ടാമതായിട്ട് ബി ജെ പിയെ കുറിച്ചാണ് പറഞ്ഞത്. ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ശബരിമല വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാം എന്നതൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഹിന്ദു സമൂഹം ചിന്തിക്കുന്നത്, ഹിന്ദു സമൂഹത്തിന് ചിന്തിക്കേണ്ടത് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ 2014 തെരഞ്ഞെടുപ്പിൽ വച്ച പ്രകടന പത്രികയിലും ഹിന്ദു സമാജത്തോട് ബി ജെ പി പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങൾ, രാമക്ഷേത്രം മുതൽ ഒട്ടേറെ വാഗ്ദാനങ്ങൾ, അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്നാൽ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചില സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നവർ പോലും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച ചില സ്ഥാനാർത്ഥികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമൂഹം അതിൽ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടതാണ്. അതിൽ വളരെ ആത്മാർത്ഥമായി ഹിന്ദു സമൂഹം ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ കാഴ്ചപ്പാട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആത്മാർത്ഥമായി ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സമരരംഗത്തേക്ക് ഇറങ്ങി നിൽക്കാൻ തയ്യാറായ രാഷ്ട്രീയ നേതാക്കളെ, സമരത്തിന് നേതൃത്വം കൊടുത്തവരെ, അതിനു വേണ്ടിയിട്ടുള്ള പീഡനങ്ങൾ, ത്യാഗങ്ങൾ അനുഭവിച്ചവരെ ഹിന്ദു സമൂഹം അംഗീകരിക്കണം എന്നുള്ള ഒരു ആഹ്വാനമാണ് കേരളത്തിലെ ഹിന്ദു സമാജത്തോട് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് വച്ചിരിക്കുന്നത്. പക്ഷേ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് അങ്ങനെ പറയുമ്പോഴും അവർ ഇന്നലെ ഇറക്കിയിരിക്കുന്ന സർക്കുലറിൽ പറയുന്നത് തീവ്ര ഹിന്ദുത്വ ബന്ധമുള്ള ഒരു BJP എന്ന് പറയുന്ന ആ സംഘടനയോട് പോലും ഒരു കൂറ് പുലർത്തേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. അതായത് BJPക്ക് പോലും വോട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് മുൻപ് പോലും യുക്തിപരമായിട്ട് ചിന്തിച്ച് വേണം വോട്ട് ചെയ്യാനെന്നാണ് അതിൽ ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പൗരൻ്റെ ഒരു മൗലിക അവകാശത്തിലൊന്നാണ് വോട്ടെന്ന് പറയുന്നത്. വോട്ട് ചെയ്യാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിക്കുന്നു എന്ന് പോലും അർത്ഥം പറയേണ്ടി വരും. ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പിനെ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പിനെ വോട്ട് BJPക്കും ചെയ്യേണ്ട, കോൺഗ്രസിനും ചെയ്യേണ്ട എന്ന് പറയുന്നതിനോടൊപ്പം ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായി ബഹിഷ്കരിക്കാൻ പോലും ആഹ്വാനം ചെയ്യുന്നു എന്നാണോ അതിലൂടെ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല, അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ നിലപാടാണ്. ആ നിലപാട് ഹിന്ദു സമൂഹത്തോടുള്ള ആഹ്വാനം, അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ സാഹചര്യം, ഈ സാഹചര്യം നമ്മൾ പൗരൻ്റെ മൗലികാവകാശത്തിലൂടെ നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത സർക്കാരാണ് ഈ ഒരു സാഹചര്യം, ശബരിമലയുടെ ആചാരത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത്. അപ്പോൾ ഹിന്ദു സമൂഹം വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു മൗലികാവകാശത്തെ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ നമ്മുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സമരരംഗത്തേക്ക് നിന്ന, ശക്തമായിട്ട് ശബരിമലയുടെ ആചാരങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നിന്ന ആ ഹിന്ദു വികാരത്തെ
സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായ ആൾക്കാരെ പിന്തുണയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ആഹ്വാനം ചെയ്യുന്നത്. അതിൽ BJPക്ക് വോട്ട് ചെയ്യേണ്ടെന്നോ കോൺഗ്രസ്സിൽ വോട്ട് ചെയ്യേണ്ടെന്നോ CPMന് വോട്ട് ചെയ്യേണ്ടെന്നോ ഉള്ളതല്ല. അതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഹിന്ദുത്വപരമായിട്ടുള്ള വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത് പുരോഗമനമാണ് എന്ന് ചിത്രീകരിച്ചവർ, ഹിന്ദുവിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചവിട്ടിമതിക്കുന്നത് നവോത്ഥാനമാണ് എന്ന് സമൂഹത്തിൽ ചിത്രീകരിച്ചവർ, അവരെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ സന്ദർഭം ഇവിടുത്തെ സമൂഹം വിനിയോഗിക്കണം. ഹൈന്ദവ സമൂഹം വളരെ യുക്തിയോട് കൂടിയിട്ട്, വളരെ ബുദ്ധിയോട് കൂടിയിട്ട്, തീർച്ചയായിട്ടും ഹൈന്ദവ സമൂഹം അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ട്, അത്തരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നിലപാട് കൂടി വ്യക്തമാക്കുന്നതാണ്. ഈ ഒരു സന്ദർഭം ഹിന്ദു വിരുദ്ധതയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് 100% വിനിയോഗിക്കണം എന്നുള്ള ആഹ്വാനമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശബരിമല വിഷയമാണ് കൂടുതൽ താങ്കൾ എടുത്തു പറയുന്നത്. ശബരിമല വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊന്നും സഹായിച്ചില്ല, അല്ലെങ്കിൽ ശബരിമല വിഷയത്തെ നീതിപൂർവമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളും കൈകാര്യം ചെയ്തില്ല എന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അങ്ങനെയെങ്കിൽ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് എന്ന ഒരു സംഘടന ശബരിമല വിഷയത്തിൽ എടുത്തിട്ടുള്ള എന്തൊക്കെ നീക്കങ്ങളായിരുന്നു നിങ്ങൾ നടത്തിയിട്ടുള്ളത്? കോടതിപരമായിട്ട് എന്തൊക്കെ ഹർജികൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്? അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ഇതുവരെ നടപ്പിലാക്കിയത് എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? 2018 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വരുന്നത്. സുപ്രീം കോടതി വിധി വന്ന സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും കോടതി വിധിയെ സ്വാഗതം ചെയ്തു. കേരളത്തിൻ്റെ ഭരണകൂടം എന്ന് പറയുന്നത് ഈ കോടതി വിധി വന്ന ഉടൻ തന്നെ സ്ത്രീ പ്രവേശനം, യുവതീ പ്രവേശനം ഉടൻ സാധ്യമാക്കും, ഉടൻ പ്രവേശിപ്പിക്കും എന്നുള്ള നിലപാടെടുത്തു. അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ സംരക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള പ്രസ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമരരംഗത്തേക്ക് വരുവാൻ വേണ്ടിയിട്ട്, ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം നടത്തുവാൻ വേണ്ടിയിട്ട് ഒരു പുനർചിന്തനം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. 28-ാം തീയതി, സെപ്റ്റംബർ 28-ാം തീയതി തന്നെ കേരളത്തിൻ്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും പൊതുയോഗങ്ങളും നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷം സെപ്റ്റംബർ 30-ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അയ്യപ്പ ഭക്തരെ സംഘടിപ്പിച്ചുകൊണ്ട് കൺവെൻഷനുകളും പ്രകടനങ്ങളും നടത്തി. ഒക്ടോബർ 2-ാം തീയതി കേരളത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും ഹൈവേകളും ഉപരോധിച്ചു. ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒട്ടുമുക്കാൽ ഭാഗം എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതൃത്വവും ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്തവരാണ്. അതിനുശേഷം ഈ രാഷ്ട്രീയ പാർട്ടികൾ സമരരംഗത്തേക്ക് വന്നു. അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ സമൂഹം ഒന്നടങ്കം തങ്ങളുടെ ആചാരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, പാരമ്പര്യമായിട്ട് തലമുറയായിട്ട് കൈമാറി വന്ന അവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് സധൈര്യം ആരുടെയും പിന്തുണയില്ലാതെ തന്നെ സമരരംഗത്തേക്ക് വരുന്നൊരു സാഹചര്യം കേരളം കണ്ടപ്പോഴാണ് ഇനി ഇതിനെ പിന്തുണച്ചില്ലെങ്കിൽ, ഒരുപക്ഷെ ഈ സമരത്തെ നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളാണെന്ന് ഭാവിച്ചില്ലെങ്കിൽ പൊതുജന പിന്തുണ നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയ രാഷ്ട്രീയ നേതൃത്വത്തെയാണ് ഒക്ടോബർ 2-ന് ശേഷം നാം കണ്ടത്. അതിനുശേഷം ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ ഈ സമരം ഏറ്റെടുത്തു. ഒരു സമരം ആര് ആരംഭിച്ചു എന്നുള്ളതിന് പ്രസക്തിയില്ല. അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ സങ്കല്പം അതാണ്. ഉദ്ദേശത്തിനാണ്, ലക്ഷ്യത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ശബരിമലയുടെ ആചാരം സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് കടന്നു വന്ന എല്ലാ സംഘടനകളെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയും നമ്മൾ സ്വാഗതം ചെയ്തു. അവർക്കൊപ്പം ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിന്ന് ശബരിമലയുടെ ആചാരം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായി.
പക്ഷേ നമ്മൾ കാണേണ്ടത് പ്രളയം നടന്നു. പ്രളയത്തിനു ശേഷം നിർബന്ധമായിട്ട് മലബാർ മേഖലയിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രളയത്തിൻ്റെ ദുരിതാശ്വാസ നിധി എന്നുള്ള നിലയ്ക്ക് ക്ഷേത്രങ്ങളിൽ നിന്ന് 5 ലക്ഷം രൂപ വീതം നിർബന്ധമായി പിരിച്ചെടുക്കുവാനുള്ള സർക്കാരിൻ്റെ ശ്രമം നടന്നു. ശബരിമലയിൽ നിന്ന് 5 ലക്ഷം രൂപ കൊടുക്കണം എന്നുള്ള വാദഗതികൾ ഉയർന്നു. അപ്പോഴും അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്താണ് അതിനെതിരെ ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രമായിട്ട് ഇത്തരത്തിൽ നിർബന്ധപൂർവം സർക്കാർ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ദുരിതാശ്വാസ നിധി ശേഖരിക്കുന്നത് ശരിയല്ല എന്ന നിലപാടിൽ ഹൈക്കോടതിയെ സമീപിക്കുവാൻ തയ്യാറായത്. അതുപോലെ തന്നെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടിൻ്റെ ചർച്ചകൾ വന്നു. ആ സമയത്തും അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള MK ഗോപിനാഥ് അദ്ദേഹമായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഈ ഹിന്ദുവിൻ്റെ ആരാധനാലയത്തെ ചൂഷണം ചെയ്യുന്ന നിലപാടിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി തയ്യാറായത്. ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ, ഹൈന്ദവ സമൂഹത്തിന് നേരെ കേരളത്തിൽ വളരെ ആസൂത്രിതമായിട്ട് ഭരണകൂടത്തിൻ്റെ ഒത്താശയോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവരെ ചൂഷണം ചെയ്യുന്ന നിലപാടുകൾ ഉണ്ടാവുന്ന സമയത്ത് വളരെ ശക്തമായിട്ട് നിലയുറപ്പിച്ച് അതിൽ നിന്നെല്ലാം ഹൈന്ദവ സമൂഹത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ ഒരു പ്രസ്ഥാനമാണ് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിശ്ചയമായും അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ നിലപാട് ഹൈന്ദവ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള നിലപാടുകളെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഹിന്ദു വിരുദ്ധതയാണ് കേരള നവോത്ഥാനമെന്ന് പറഞ്ഞു പ്രചരിപ്പിച്ച ഇവിടുത്തെ ഭരണകൂടത്തെ തീർച്ചയായും പരാജയപ്പെടുത്തണമെന്ന് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നത്. അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് എന്നുള്ളത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ചായ്വ് പുലർത്തുന്നതോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധം പുലർത്തുന്നതോ ആണോ? അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ഹിന്ദു സംഘടനയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അനുകൂലമായിട്ടുള്ള സംഘടനയല്ല. ഇത് ഹിന്ദുവിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സംഘടനയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയല്ല. അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് എന്തുകൊണ്ട് മോദിയെ കൂടുതൽ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നതിന് താങ്കളൊരു വാദമായി പറഞ്ഞത് രാമക്ഷേത്ര നിർമ്മിതിക്ക് മോദി സഹകരിക്കുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അങ്ങനെയാണെങ്കിൽ മോദി ഭരണത്തിലേറുന്നതിന് മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് എല്ലാത്തിനും കൂട്ടുനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് 2014 മോദി ഭരണത്തിലേറുന്നത്. പക്ഷേ സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് മോദി രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ സാവകാശം നൽകി വച്ചിരിക്കുന്നതെന്നാണ് ഒരു ഇൻ്റർവ്യൂവിൽ, കഴിഞ്ഞ ദിവസം നടന്നൊരു ഇൻ്റർവ്യൂവിൽ മോദി സൂചിപ്പിച്ചിരുന്നത്. സുപ്രീം കോടതി വിധി പ്രകാരമാണ് രാമക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളുടെ പുരോഗമനം നടക്കാതെ പോകുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് ശരിയായൊരു കാര്യമല്ലേ? അപ്പോൾ അത് മോദിക്കെതിരെ ഒരു പ്രസ്താവനയായിട്ട് അങ്ങനെ ഒരു കാര്യത്തെ ഉന്നയിക്കാൻ സാധിക്കുമോ? രാമക്ഷേത്രം എന്ന് പറയുന്നത് ഭാരതത്തിലെ ഹിന്ദുവിൻ്റെ വികാരമാണ്. ഈ വികാരത്തെ തട്ടിയുണർത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേറിയെന്ന് മാത്രമല്ല ഭാരതത്തിലെമ്പാടും വളർന്നു പന്തലിച്ചത്. 2014 ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രികയിലും രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കോടതിയിലൂടെ പരിഹാരം കാണാനാണ് അയോധ്യ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടെങ്കിൽ അത് ഇതിനു മുമ്പേ വളരെ വ്യക്തമായിട്ട് BJPക്ക് അത്തരത്തിൽ പ്രതിപാദിക്കാമായിരുന്നു. കർസേവയെക്കുറിച്ചും കർസേവയ്ക്ക് വേണ്ടിയിട്ട് അണിനിരന്ന അതിനു വേണ്ടിയിട്ട് പങ്കെടുത്ത ആയിരക്കണക്കിന് ധീരന്മാരായിട്ടുള്ള ഹൈന്ദവ സഹോദരന്മാർ
കർസേവയിൽ പങ്കെടുത്ത് ആത്മാഹുതി ചെയ്ത ഹൈന്ദവ സഹോദരന്മാരുടെയുമൊക്കെ ചരിത്രം അതൊക്കെ ഇന്നും നിലനിൽക്കുന്ന, ഇന്നും ഹൈന്ദവ സമൂഹത്തിൽ കത്തിജ്വലിക്കുന്ന ഒരു ചരിത്രമാണ്. ആ വാദവും ഹിന്ദു സമൂഹം ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ, തിരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാക്കാൻ സാധ്യതയുണ്ട്. ആ ചർച്ചകളും സജീവമാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ എതിർക്കുകയോ നരേന്ദ്രമോദിയെ വിമർശിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. ഹൈന്ദവ സമൂഹത്തിന് മുൻകാലങ്ങളിൽ എന്താണോ ചെയ്തു കൊടുക്കാം, ചെയ്തു നൽകാം എന്ന് പറഞ്ഞത്, എന്താണോ വാഗ്ദാനമായി നാം നൽകിയത്, അതിൽ ഏതറ്റം വരെ പോകാൻ സാധിച്ചു, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിച്ചു എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചും അവർ സ്വയം ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിനെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വേളകളിൽ ഹിന്ദു വിരുദ്ധമായി നടന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് ആഗ്രഹിക്കുന്നത്. എന്ത് പറഞ്ഞുകൊണ്ടാണോ ഭരണത്തിലേറിയത് അത് ഹിന്ദുക്കൾക്ക് ചെയ്തു കൊടുക്കണം എന്ന കാര്യത്തെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചു. മോദി സർക്കാർ 2014 ഭരണത്തിലേറുമ്പോൾ പറഞ്ഞിരുന്ന പ്രകടന പത്രികയിലെ ഒരു കാര്യമായിരുന്നു ഗോ സംരക്ഷണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോഴത്തെ പ്രകടന പത്രികയിൽ അത് പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റിയതായാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അങ്ങനെയാണെങ്കിൽ സമൂഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്, ഗോ സംരക്ഷണം എന്ന് പറയുന്നത് ഒരിക്കൽ പ്രധാനമന്ത്രി തന്നെ ഭരണത്തിൽ കയറിയതിനു ശേഷം പറഞ്ഞിരുന്നു, ഗോ സംരക്ഷകർ ഗുണ്ടകളായി മാറുന്നു എന്നുള്ളത്. അതായത് മനുഷ്യൻ്റെ ജീവനേക്കാളും വിലപ്പെട്ടതാണോ ഒരു മൃഗത്തിൻ്റെ ജീവൻ എന്നുള്ളത് സമൂഹത്തിന് എപ്പോഴും ചോദ്യം ഉന്നയിക്കുന്ന ഒരു ആശയമാണ്. കാരണം എല്ലാവരും മനുഷ്യരാണ്. ഗോ എന്ന് പറയുന്ന അല്ലെങ്കിൽ പശു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹിന്ദു വിശ്വാസപ്രകാരം ഒരു ദൈവതുല്യമായ ഒരു മൃഗമാണെങ്കിൽ പോലും എല്ലാത്തിനും അമൂല്യമായ ഒരു മനുഷ്യൻ്റെ ജീവനേക്കാൾ അതിന് വില കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഗോ സംരക്ഷണം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു തലത്തിലേക്ക് പോകുന്നുണ്ട്. കാരണം ഉത്തർപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ നമ്മൾ നിരന്തരം വാർത്തകൾ പ്രാധാന്യം നൽകുന്നതാണ്. ബീഫ് കടത്തിയതിൻ്റെ പേരിൽ ആൾക്കാരെ അടിച്ചു കൊന്നു, വെട്ടിക്കൊന്നു, തൂക്കിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മനുഷ്യൻ്റെ ജീവനേക്കാളും ഒരു ഗോ സംരക്ഷണം എന്ന് പറയുന്നൊരു ഇതിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? ഇപ്പോൾ അത് അങ്ങനെ ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയിട്ടാകണമോ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രകടന പത്രികയിൽ ശബരിമല വിഷയം പ്രതിപാദിച്ചപ്പോഴും അങ്ങനെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ആ കാര്യം പൂർണ്ണമായും എടുത്ത് മാറ്റിയിരിക്കുന്നത് അതുകൊണ്ടും കൂടെ ആകുമോ? ഇതിൽ ഗോ സംരക്ഷണം എന്ന് പറയുന്നത് BJP പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഹിന്ദു സമൂഹത്തിൻ്റെ വിഷയം. ഹിന്ദു സമൂഹത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് പശു എന്ന് പറയുന്നത് ഒരു മാതൃസങ്കല്പം, പവിത്രമായ ഹിന്ദു സംസ്കാരത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അമ്മ എന്നുള്ള ഒരു സങ്കല്പം അത് നമ്മൾ പശുവിൽ കാണുന്നു. നമ്മൾ ഗോമാതാവിലൂടെ ആ പവിത്രമായിട്ടുള്ള സങ്കല്പത്തെ നിലനിർത്തുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഹിന്ദു സമൂഹം പശുവിനെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഇതിനെ അത്തരത്തിൽ പരസ്യമായിട്ട് കശാപ്പ് ചെയ്യാൻ പാടില്ല, ഇത്തരത്തിൽ ആഗ്രഹിക്കുന്നു. അത് ഹിന്ദു സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് മുൻകാലങ്ങളിൽ BJP തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കൊണ്ടുവന്നുവെങ്കിൽ ഇപ്രാവശ്യം അത് കൊണ്ടുവരാതെ ഒഴിവാക്കിയെങ്കിൽ അതും സ്വാഭാവികമായിട്ടും ഹിന്ദു സമൂഹം ചർച്ച ചെയ്യപ്പെടും. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിന് ഹിന്ദു സമാജത്തിനോട് പറയാനുള്ളത്, നമ്മുടെ സ്വാഭിമാനത്തിന് മുറിവേൽക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ സംസ്കാരത്തിന് മങ്ങലേൽക്കുന്ന ഒരു നിലപാടും ഏതൊരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവന്നാലും അത് അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ പ്രഖ്യാപിത നയം തന്നെയാണ്. അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിന് അടിസ്ഥാനപരമായിട്ട് ഹൈന്ദവ സംസ്കാരത്തെ സംരക്ഷിക്കുക, ഈ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും
പൂർവികർ എപ്രകാരമാണോ നമ്മുടെ കയ്യിലേക്ക് കൈമാറി വന്നത്, അത് അടുത്ത തലമുറയിലേക്ക് ഇതിന് മങ്ങലേൽക്കാതെ കൈമാറുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായിട്ടുള്ള നമ്മുടെ പ്രവർത്തന രീതി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഹൈന്ദവ സമൂഹം ചർച്ച ചെയ്യും, സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യും. ഇതെല്ലാം ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഹൈന്ദവ സമൂഹത്തിന് ഉചിതമായ നിലപാടെടുക്കുവാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പിണറായി സർക്കാർ ദേവസ്വം ബോർഡ് മാറ്റിയിട്ട് ശബരിമലയിൽ ഒരു പുതിയ നയം നടപ്പാക്കാനായിട്ട് ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് താങ്കൾ അറിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. അതായത് സർക്കാരിൻ്റെ കീഴിലെ ദേവസ്വം ബോർഡിലുള്ള പൂർണ്ണ അധികാരം എടുത്ത് മാറ്റിക്കൊണ്ട് സർക്കാരിൻ്റെ കീഴിൽ ഒരു അതോറിറ്റിയെ അവിടെ ഭരിക്കാനായിട്ട് നിയമിക്കുകയാണ് പിണറായി സർക്കാർ. അതിനുവേണ്ടിയുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? കാരണം ദേവസ്വം ബോർഡും ആദ്യകാലങ്ങളിൽ ശബരിമലയ്ക്ക് എതിരായിട്ടാണ് നിന്നത്, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദേവസ്വം ബോർഡും സർക്കാരിന് അനുകൂലമായാണ് നിന്നത്. പിന്നീട് വളരെ പ്രശ്നങ്ങളും ആചാര ലംഘനവും നടന്നതിന് ശേഷമാണ് ദേവസ്വം ബോർഡ് വീണ്ടും സർക്കാരിന് അനുകൂലമായി സംസാരിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തെ മൊത്തത്തിൽ അങ്ങ് മാറ്റി, അവിടെ മൊത്തത്തിൽ മാറ്റുന്നതല്ല, അതിനുള്ള ഭരണ അധികാരം കുറയ്ക്കുകയും സർക്കാർ സംവിധാനങ്ങളെ അവിടെ രൂപപ്പെടുത്തുകയും അതിന് ഭരണാധികാരം കൂട്ടുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടിലോട്ട് സർക്കാർ സംവിധാനങ്ങൾ വരുന്നുണ്ട്. അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ ദേവസ്വം ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള സമയബന്ധിതമായിട്ടുള്ള ഭാവമാറ്റങ്ങളും ഇതൊക്കെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അർഹിക്കുന്ന പുച്ഛത്തോടെ അവജ്ഞയോടെ തള്ളിക്കളയുന്ന കാര്യമാണ്. ഈ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണം ആർക്കാണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സമൂഹം ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹൈന്ദവ സമൂഹത്തിന് വളരെ വ്യക്തമായിട്ടറിയാം. വ്യക്തമായ നിലപാടില്ലാത്ത സംഘടനകൾ, വ്യക്തമായ നയമില്ലാത്ത സംഘടനകളാണ് ഇതിനെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവരുടെ ചില അടുത്ത കാലത്തെ ചില പ്രവർത്തനങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്ന വിഷയമേ ഉള്ളൂ. കേരളത്തിലെ ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ വളരെ പ്രമാദമായിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ സമര പ്രക്ഷോഭങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും എല്ലാ നഗരങ്ങളിലും തെരുവോരങ്ങളിലും നടത്തപ്പെട്ടു. ബാർക്കോഴ വിഷയത്തെ സംബന്ധിച്ചായിരുന്നു. അതിൽ ഇന്ന് നമ്മെ വിട്ട് പിരിഞ്ഞ ആദരണീയനായിട്ടുള്ള മാണിസാറിൻ്റെ വിഷയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ വളരെ വേദനയോട് കൂടിയിട്ടാണ് ഈ വിഷയം ഒരു ഉദാഹരണമായിട്ട് പോലും ഞാൻ പറയുന്നത്. എന്തായിരുന്നു കേരളത്തിൻ്റെ നിയമസഭയുടെ ഉള്ളിൽ നാം കണ്ടത്? വളരെ കോലാഹലം നിറഞ്ഞ നിമിഷങ്ങൾ, വളരെ സംഘർഷഭരിതമായിട്ടുള്ള നിമിഷങ്ങൾ നിയമസഭയ്ക്കുള്ളിൽ സംഘടിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ സാഹചര്യമെന്ന് പറയുന്നത് KM മാണി എന്ന് പറയുന്ന ആ ധനകാര്യമന്ത്രി കള്ളനാണ്, കോഴ വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ടുള്ള വിവാദപരമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് വളരെ പ്രമാദപരമായിട്ടുള്ള സമര പരിപാടികൾ സംഘടിപ്പിച്ച് ഒരുപക്ഷെ കേരളത്തിൻ്റെ പൊതുജനങ്ങളുടെ ജീവിതം തന്നെ ദുസ്സഹമാക്കിക്കൊണ്ട് നടന്ന സമരത്തിൻ്റെ ഭാഗമായിരുന്നു അതല്ല. പക്ഷേ അതേ മുഖങ്ങൾ ഒരുപക്ഷെ പഴയ കാല വീഡിയോ ക്ലിപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ KM മാണി എന്ന് പറയുന്ന ആ വ്യക്തിക്കെതിരായിട്ട് തെരുവോരങ്ങളിൽ മൈക്ക് വെച്ച് ഘോരഘോരം പ്രസംഗിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ, അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു. അവരുടെ പ്രസ്താവനകൾ ഏത് തരത്തിലായിരുന്നു? ആ പ്രസ്താവനകളിൽ വളരെ വ്യക്തമായിട്ട് ചുവട് മാറ്റി നാളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ വിപരീത പ്രസ്താവനകൾ നടത്തുന്നു. അന്തരിച്ച അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെക്കുറിച്ച് മോശമായിട്ട് പരാമർശിക്കാൻ പാടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഞാനും അതിനെ അംഗീകരിക്കുകയാണ്. പക്ഷേ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് അങ്ങനെ പരാമർശിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലല്ല പറയുന്നത്.
പക്ഷേ ഒരു സംഘടനയുടെ നിലപാട്, ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുടെ നിലപാട് അത് എല്ലാ കാലവും ഒരുപോലെയല്ലാതെ കുറച്ച് നാൾ ഒരു നിലപാടെടുക്കുക, കുറച്ച് നാൾ കഴിയുമ്പോൾ ആ നിലപാട് പാടെ മാറ്റുക, ഇതേ രീതിയാണ് എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഈ പ്രസ്ഥാനങ്ങൾ അവലംബിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശബരിമല വിഷയത്തിലും ദേവസ്വം ബോർഡ് അടിക്കടി നിലപാടുകൾ മാറ്റുന്നത് ഇത്തരത്തിൽ തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. നിലപാടില്ലാത്ത സംഘടനയ്ക്ക് നിലപാടില്ലാത്ത പ്രവർത്തകരെ ഉണ്ടാവുകയുള്ളൂ, നിലപാടില്ലാത്ത നേതാക്കന്മാരെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരടിക്കടി ഇത് മാറുന്നതിൽ അത് പൊതുസമൂഹം അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛത്തോടു കൂടിയിട്ട് അതിനെ തള്ളിക്കളയും എന്നുള്ളതാണ്. ശബരിമല വിഷയത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി തീവ്ര ഹിന്ദുത്വം ഉൾക്കൊണ്ടുകൊണ്ട് ആചാര ലംഘനത്തിന് എതിരായി നിന്ന സ്ഥാനാർത്ഥികളെ മാത്രം ജനം തിരിച്ചറിയും. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ട്, ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട് എന്ന് പോലും താങ്കൾ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ്, അതായത് ശബരിമല വിഷയത്തിൽ ഹിന്ദുക്കളോട് ഒട്ടി നിന്ന ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥികളായി നിലനിൽക്കുന്നത് ഒന്ന് പറയാമോ? അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ നിലപാട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഇത് നമ്മുടെ സംഘടനയുടെ ഹിന്ദു സമൂഹത്തോടുള്ള ഒരു ആഹ്വാനമാണ്. ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആരാണോ നമുക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത് അത് തിരിച്ചറിയുവാൻ ഹിന്ദു സമൂഹത്തിന് ശേഷിയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണമെന്നുള്ള ആഹ്വാനമാണ്. മറിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടോ ഉള്ള പ്രത്യേകിച്ച് ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു നിർദ്ദേശമല്ല. ഇത് ഹിന്ദു സമൂഹത്തിന് അറിയാം. ഹിന്ദു സമൂഹം അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടി ഹിന്ദു സമൂഹം ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിലപാടിൻ്റെ വിഷയമാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയ്ക്ക് സമാജത്തിലൊരു നിലപാടുണ്ടാവണം. അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് ദേശീയ തലത്തിൽ ഹിന്ദുത്വ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ വിഷയങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടെടുത്ത് പോകാൻ ആഗ്രഹിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭം കേരളത്തിൽ സംഘർഷഭരിതമായ ഹിന്ദുവിൻ്റെ ജീവിതത്തിൽ ആരാണോ ഹിന്ദുവിൻ്റെ ജീവിതത്തെ സംഘർഷഭരിതമാക്കി മാറ്റിയത് അതിന് ഒരു താക്കീത് നൽകുവാനുള്ള അവസരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ വിനിയോഗിക്കണമെന്ന് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു നിർദ്ദേശം വച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഹിന്ദു സമൂഹം അത് ചർച്ച ചെയ്യും. അവർക്കറിയാം ആരാണ് ഈ ഒരു വിഷയത്തിൽ തങ്ങളോടൊപ്പം നിന്നത്, ആരൊക്കെ ഉണ്ടായിരുന്നു തങ്ങൾക്കൊപ്പം, ആരൊക്കെയാണ് ഇത് 100% ആത്മാർത്ഥതയായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ശബരിമല നട തുറക്കുന്നു. നമ്മൾ ഇന്നിതിവിടെ ചർച്ച ചെയ്യുന്ന സമയത്തും അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ രാഷ്ട്രീയ ബജറംഗദളിൻ്റെ സന്നദ്ധ ഭടന്മാർ, പ്രവർത്തകർ ശബരിമലയിലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ പ്രവർത്തകർ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ മുതൽ തിരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് ആരാണ് കൂടെ നിൽക്കുന്നത്, ആരാണ് ശബരിമലയുടെ സമ്പത്ത് കവർന്നെടുക്കുവാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ഇതിനെ തടഞ്ഞു നിർത്തിയത്, ആരാണ് ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ട് വന്നത്? MK ഗോപിനാഥ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് ഇതിന് മുന്നിട്ട് വരുമ്പോൾ അത് ഹിന്ദു സമൂഹം അത് കൺതുറന്ന് കാണുന്നുണ്ട്. അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് എന്തിനു വേണ്ടിയിട്ടാണ് നിലപാടുകൾ എടുക്കുന്നത് അത് സ്വാഭാവികമായിട്ടും ഹിന്ദു സമൂഹം ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷം കഴിഞ്ഞ് ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ശബരിമലയുടെ ആചാരം സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 50-60 കേസുകൾ ചാർജ് ചെയ്യപ്പെട്ട ഹിന്ദു സമൂഹം, ഒട്ടേറെ ക്രിമിനലുകളും ഒട്ടേറെ രാജ്യദ്രോഹികളും നമ്മുടെ സംസ്ഥാനത്ത് സുഖലോലുപരായിട്ട് വാണരുളുമ്പോൾ കേവലം തെരുവോരങ്ങളിൽ ശരണമന്ത്രം മുഴക്കി എന്നുള്ള ഒറ്റ കുറ്റം കൊണ്ട് ശബരിമലയിൽ സന്നിധാനത്ത് കൂട്ടം കൂടി നിന്ന് ശരണം വിളിച്ചു, ഭജന പാടി, അയ്യപ്പനാമം ഉച്ചരിച്ചു എന്നുള്ള കാരണം കൊണ്ട് കയ്യിൽ വിലങ്ങുവയ്ക്കപ്പെട്ട ഹൈന്ദവ സമൂഹം, ആ ഹൈന്ദവ സമൂഹത്തിന് ഇതല്ലാതെ ഏതൊരു സമയത്താണ് പ്രതികാരം ചെയ്യാൻ സാധിക്കുക? നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും ഇത് ഹിന്ദു സമൂഹത്തിൻ്റെ മനസ്സിൽ
കുടിയിരിക്കുന്ന പകയാണ്. ഈ ഒരു സാഹചര്യം ഹിന്ദു സമൂഹം യഥാവിധി ഉപയോഗിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വിരുദ്ധ ശക്തികൾക്ക് കനത്ത ആഘാതം നൽകിക്കൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ശക്തമായി പ്രതികരിക്കും എന്നു അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നത്. ശബരിമല വിഷയത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ശബരിമല വിഷയത്തിൽ താങ്കൾ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് എടുത്തിട്ടുള്ള എന്തൊക്കെ നിലപാടുകളാണെന്ന് താങ്കൾ നേരത്തെ വെളിപ്പെടുത്തി. അങ്ങനെയെങ്കിൽ കോടതിപരമായിട്ട്, അതായത് ഏതെങ്കിലും റിവ്യൂ പെറ്റീഷനിൽ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് കക്ഷി ചേർന്നിരുന്നോ? അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് റിവ്യൂ പെറ്റീഷനിൽ 50-ന് പുറത്ത് വരുന്ന റിവ്യൂ പെറ്റീഷനിൽ ഒരു കക്ഷി അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്താണ്. ഹിന്ദുക്കളുടെ പുരോഗമനവും ക്ഷേമവുമാണ് താങ്കളുടെ സംഘടന ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ ഹിന്ദുക്കൾക്കായി ചെയ്യുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കായി എന്തൊക്കെ സേവനങ്ങൾ നിങ്ങളിപ്പോൾ ലഭ്യമാക്കുന്നുണ്ട്? അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇവിടുത്തെ വളരെ സാധുക്കളായിട്ടുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് സേവന രംഗത്ത് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹിന്ദു സമാജത്തിൻ്റെ സേവനത്തിന് വേണ്ടിയിട്ട് ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ ഒരു പോഷക സംഘടന പ്രവർത്തിക്കുന്നു. ഈ പോഷക സംഘടനയുടെ ഒരു കോൾ സെൻറ്റർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കോൾ സെൻറ്റർ നമുക്ക് എറണാകുളത്തുണ്ട്. എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കോൾ സെൻറ്ററാണ്. 94 00 16 15 16 എന്ന നമ്പറിൽ ഏതോ ഒരു സമയത്തും ഒരു അവശത അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു ഹിന്ദുവിന് ഏതൊരു സമയത്തും അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ ഈ കോൾ സെൻറ്ററിലേക്ക് വിളിക്കാവുന്നതാണ്. 24 മണിക്കൂറും അവിടുത്തെ കോൾ സെൻറ്ററിലെ കോളുകൾ അറ്റൻഡ് ചെയ്യപ്പെടും. എന്തെങ്കിലും സാഹചര്യവശാൽ വിളിക്കുന്ന ഒരു അവശത അനുഭവിക്കുന്ന ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അർഹരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ 24 മണിക്കൂറിനുള്ളിൽ ആ ഹിന്ദുവിൻ്റെ ഭവനത്തിലെത്തി അയാൾക്ക് വേണ്ട സേവനങ്ങൾ ഒരുക്കുന്ന ഒരു സംവിധാനം അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ ഹിന്ദു ഹെൽപ്പ് ലൈൻ നടത്തി വരികയാണ്. ഒരു പിടി അരി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി, ഒരു ഹിന്ദുവും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ള മനോഭാവത്തോടു കൂടിയിട്ട് സാധുക്കളായിട്ടുള്ള ഹിന്ദുക്കൾക്ക്, നിർധനരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് അന്നത്തിന് വേണ്ടിയിട്ട് നല്ല സന്മനസ്സുള്ള ഹിന്ദുക്കളുടെ വീട്ടിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ വെച്ചിട്ട് എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ ആഹാരത്തിന് വേണ്ടിയിട്ട് അരി എടുക്കുന്ന സമയത്ത് ഒരു പിടി അരി പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു പദ്ധതി നമുക്കുണ്ട്. അതുവഴി സ്വരൂപിക്കുന്ന ആ അരി നമ്മൾ നിർധനരായിട്ടുള്ള പാവപ്പെട്ട ഹിന്ദുക്കളുടെ ഭവനങ്ങളിൽ എത്തിക്കുന്നു. സഞ്ജീവനി പദ്ധതി അനുസരിച്ച് നിർധനരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് സ്ഥിരമായിട്ട് രോഗബാധിതരായി കിടപ്പിലായ രോഗികൾക്ക് മരുന്നെത്തിക്കുവാൻ വേണ്ടിയിട്ട് സ്ഥിരമായി എത്തിക്കുന്ന ഒരു പ്രവർത്തനം നമ്മൾ നടത്തുന്നു. അതുപോലെ തന്നെ ബ്ലഡ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് രോഗികൾക്ക് രക്തം ദാനം ചെയ്യുന്ന ഒരു ബൃഹത്തായ ഒരു ശൃംഖല നമ്മൾ വളർത്തിയെടുത്തിരിക്കുന്നു. ഇന്ത്യൻ ഹെൽത്ത് ലൈൻ എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ രംഗത്ത് മെഡിക്കൽ ക്യാമ്പുകളും അത്തരത്തിലുള്ള പരിപാടികളും സംഘടിപ്പിച്ച് രോഗവിമുക്തമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ഇങ്ങനെ ഹിന്ദു സമാജത്തിന് ഒട്ടേറെ ഗുണകരമായിട്ടുള്ള, ഹിന്ദു സമാജത്തെ താഴെത്തട്ടിലുള്ള സമ്പത്തില്ലാത്ത ഹിന്ദുക്കളെയും ഒപ്പം വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട്, നിർധനരായിട്ടുള്ള ഹിന്ദുക്കളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഒട്ടേറെ പരിശ്രമങ്ങൾ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. നിർധനരായിട്ടുള്ള കുട്ടികളെ
അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് സ്പോൺസർഷിപ്പ് നൽകി പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒട്ടേറെ സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഇങ്ങനെ ഹിന്ദു സമാജത്തിന് എല്ലാ വിഷയങ്ങളിലും ഹിന്ദു സമാജത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും ഇടപെട്ടിട്ട് സമാജത്തിന് ആശ്വാസം നൽകുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് സുസജ്ജമായിട്ട് ഇന്ന് പ്രവർത്തിച്ചു വരികയാണ്. നമ്മളോട് ഇത്രയും സമയം അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ പ്രതിനിധിയായി കാര്യങ്ങൾ പങ്കുവച്ചത് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഹരി പാലോടാണ്. ഹരി പാലോടിന് കർമ്മ ന്യൂസിൻ്റെയും കർമ്മരംഗം പരിപാടിയുടെയും കർമ്മയുടെ പ്രേക്ഷകരുടെ നാമത്തിൽ എത്രയും സ്നേഹത്തോടെ തന്നെ നന്ദി പറയുന്നു. നമസ്കാരം സർ. നമസ്കാരം.